ഇവിടെ ഒന്ന് നിൽക്കുമായിരുന്നോ? ഞാൻ റൂമിൽ പോയി നോക്കിയിട്ട് വരുമായിരുന്നു. എന്ത് പറ്റി പ്രണവ്? ഇന്ന് ഒരു സ്പെഷ്യൽ ഡയറക്ട് ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ചില പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിച്ചിരുന്നു. അതിൽ ബഹുഭൂരിപക്ഷവും ഒരു ആവശ്യം ഉന്നയിച്ചു. അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. മീറ്റിങ്ങിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ശിവാനി എന്റർപ്രൈസസ് എന്ന നമ്മുടെ കമ്പനി ഡെവലപ്പ് ആവണമെങ്കിൽ ആന്റിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണമെന്നാണ് എല്ലാവരും പറയുന്നത്. അല്ല, ആ ഓഫീസിലെ കാര്യങ്ങൾ നോക്കാൻ എന്തിനാ പ്രണവ് രണ്ടാമതൊരാള്? പ്രണവിന് ഒറ്റയ്ക്ക് നടത്താനുള്ള കഴിവുണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ബിസിനസിനെ കുറിച്ച് നിനക്ക് എന്തോന്നറിയാൻ ശിവാനി? അറിയാൻ പാടില്ലാത്ത കാര്യത്തിനെ കുറിച്ച് വെറുതെ അഭിപ്രായം പറയുന്നു. അതല്ല പ്രണവ്, ഞാൻ പറയുന്നത് നീയൊന്നും മിണ്ടായിരിക്കും. ആന്റി, നാളെ ഓഫീസിലോട്ട് വരുമോ ഇല്ലോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. വരണം, വന്നേ പറ്റൂ. പ്രണവ്, ഞാൻ പ്രണവിന്റെ ഭാര്യ. ഭാര്യയാണെങ്കിൽ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്. എനിക്ക് നല്ല വിശപ്പുണ്ട്. വാ. കണ്ടല്ലോ, കാറ്റ് തിരിഞ്ഞു വീശി തുടങ്ങി. ഇതൊരു മാറ്റത്തിന്റെ തുടക്കമാ. പതുക്കെ പതുക്കെ മോൾക്ക് കാര്യങ്ങൾ മനസ്സിലായിക്കോളും. നിന്നെ 10 മാസം ചുമന്ന് പ്രസവിച്ച ഒരു തള്ളയുണ്ടാവണമല്ലോ. അവൾ ആരാണെന്നെങ്കിലും നിനക്കറിയോ? അറിയാമെങ്കിൽ കൊണ്ടുപോവളെ. കൊണ്ടുവന്ന് എന്റെ മുന്നിൽ നിർത്തിയിട്ട് പറ, ഇതെന്റെ പെറ്റമ്മയാണെന്ന്. അതിനുശേഷം മതി ഈ CKCയെ വെല്ലുവിളിക്കുന്നത്. നാളെ രാവിലെ 7 മണി പാറയിൽക്കാവിൽ ശിവപാർവതി ക്ഷേത്രം. അവിടെ താമ്പാ കാണിച്ചു തരാൻ എൻ്റെ അമ്മയെ. അപ്പോഴത്തെ ആവശ്യത്തിന് CKCയെ വെല്ലുവിളിച്ചെങ്കിലും നിധിയെയും പാർവതിയമ്മയെ അറിയിക്കാതെ അമ്മയെ അമ്പലത്തിലേക്ക് കൊണ്ടുവന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നാളെ അമ്മയും കൊണ്ട് അയാളുടെ മുമ്പിൽ ഞാൻ ചെല്ലാതിരിക്കുന്നതും നാണക്കേടാണ്. പക്ഷേ അമ്മയോട് പോലും ഞാൻ ഈ കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. മോളെ, നീ ചെന്ന് ഗൗതമിനെ കഴിക്കാൻ വിളിക്കേ. ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെ അമ്മ. അമ്മ പോയി വിളിക്കോ? ഒരു കാര്യം ചെയ്, നിങ്ങളുടെ ജോലി നടക്കട്ടെ, ഞാൻ പോയി ഗൗതമിനെ വിളിച്ചോണ്ട് വരാം. എടാ, സമൂഹത്തിൽ മാന്യതയോടെ ജീവിക്കുന്ന ആളുകളുടെ മുന്നിൽ വന്നു നിന്ന് അത് ചെയ്തേനെ ഇത് ചെയ്തേനെ എന്ന് വെല്ലുവിളിക്കുന്നതിന് മുമ്പ് നീ പോയി നിന്റെ തന്തയും തള്ളയും ആരാണെന്ന് കണ്ടുപിടിക്കും. അങ്ങനെ നിനക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കും. ഗൗതം, മോൻ ഇവിടെ ഒന്ന് നിൽക്കായിരുന്നോ? ഞാൻ മുറിയിലൊക്കെ പോയി നോക്കി. എന്താ അമ്മേ? വാ, കഴിക്കാൻ സമയായി. നിധി എവിടെ? നിധിയും ചന്ദ്രിയും കിച്ചണിലുണ്ട്. അവരെല്ലാം എടുത്തു വെക്ക. വാ മോനെ, വാ. അമ്മ നിന്നേ. അമ്മേ, നാളെ രാവിലെ 7 മണിക്ക് നമുക്ക് ഒരുമിച്ച് പാറേക്കാവ് ശിവപാർവതി ക്ഷേത്രത്തിൽ പോണം. എന്തുപറ്റി? വിശേഷം എന്തെങ്കിലും ഉണ്ടോ? വിശേഷം ഉണ്ടോന്ന് ചോദിച്ചാ ഇല്ല. എന്നാ ഒരു വിശേഷം ഉണ്ട് താനും. എങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. പാർവതിയോടും നിധിയോടും കൂടി രാവിലെ റെഡിയാവാൻ പറയാം. ഏയ്, അത് വേണ്ട. നമ്മൾ രണ്ടുപേരും മാത്രമാണ് നാളെ അമ്പലത്തിൽ പോകുന്നത്. അത് മാത്രമല്ല, നമ്മൾ രണ്ടുപേരും അമ്പലത്തിൽ പോകുന്നവരും ഇവിടെ ആരും അറിയാൻ വേണ്ട. അയ്യോ, അതെന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. അമ്മ വേണമെങ്കിൽ അമ്പലത്തിൽ പോകുന്നെന്ന് പറഞ്ഞോ. പക്ഷേ എന്റെ കൂടെയാണ് വരുന്നതെന്ന് പറയണ്ട. ഇങ്ങനൊക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടി തോന്നാ. കാര്യം എന്താന്ന് വെച്ചാ പറ മോനെ. കാര്യമൊക്കെ ഞാൻ നാളെ പറയാം. എന്തായാലും അമ്മ നാളെ രാവിലെ 7 മണിക്ക് എന്റെ കൂടെ അമ്പലത്തിലേക്ക് വന്നേ പറ്റൂ. അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അഭിമാന പ്രശ്നോ എന്നുവെച്ചാ? അതൊക്കെ നാളെ അവിടെ വരുമ്പോ അമ്മയ്ക്ക് മനസ്സിലായിക്കോളൂ.
ഇത് കൊള്ളാമല്ലോ. ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്ന ആള് ഇവിടെ വന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുവാണോ? ഇങ്ങോട്ട് വന്നേ രണ്ടുപേരും. ആ, വാ അമ്മേ. ഇതെവിടെ പോയി? ആഹാ, കുളിക്കാൻ കയറിയോ? ഗൗതം, ഞാനൊന്ന് പുറത്തേക്ക് പോവാണേ. എന്തു പറ്റി? എവിടെ പോന്നു? മാർക്കറ്റിലൊന്ന് പോണം. ഫ്രിഡ്ജിലിരുന്ന പാലേ ചീത്തയായി പോയി. പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങണം. പോയിട്ട് വരട്ടെ ഞാൻ. ആ, പോയിട്ട് വാ. ആ, ഗൗതം ഇപ്പോഴെങ്ങാണ്ട് ഇറങ്ങുമോ? ഇല്ല, ഞാനിപ്പോ കേറിയതുള്ളൂ. കുളിച്ചിട്ട് ഇറങ്ങൂ. ചായ ഇട്ടിട്ടില്ല കേട്ടോ. പാല് വാങ്ങിച്ചു വന്നിട്ട് ഇട്ട് തരാം. ആ, പകരം കട്ടൻ ചായ മതിയെങ്കിൽ അമ്മയോട് പറഞ്ഞാ മതി. ആ, നീ പൊയ്ക്കോ നിധി. എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ആ, ശരി. എന്തായാലും നിധിയെ ഒഴിവാക്കി കിട്ടി. സമാധാനമായി. ഇനി അമ്മയുടെ കാര്യം നോക്കേണ്ടത്. എന്തോന്നാ അമ്മ ഇത്? ഏഴ് മണിക്ക് തന്നെ പോണെന്ന് പറഞ്ഞല്ലേ ഞാൻ. എന്നിട്ട് ഇപ്പോഴും റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളോ? ഞാൻ റെഡിയാ മോനെ. ദേ ഒരു ഒറ്റ മിനിറ്റ്. ദേ, ഇപ്പൊ നല്ല സമയാ. നിധി പാലോ എന്തൊക്കെ വാങ്ങിക്കാനായിട്ട് പുറത്തു പോയിക്കുക. ഈ തക്കത്തിന് നമുക്ക് പുറത്തു കിടക്കണം. എന്തിനാടാ മോനെ ആരും അറിയാതെ നീ അമ്പലത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നേ? ഇനി അതെങ്കിലും നീ എന്നോട് പറ. അതൊക്കെ പറയാം. ദേ, ഞാൻ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അതിപ്പോ വരും. സമയം കളയില്ലേ, വേഗം ഇറങ്ങാൻ നോക്ക്. ഞാൻ മുറ്റത്തേക്ക്. ആ ഓട്ടോ ഇതുവരെ വന്നില്ല. ഈ നിർമ്മലാമൊന്ന് വേഗം ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഇനി ആരുടെയെങ്കിലും കണ്ണി പെടുന്നവരെ അവിടെ തന്നെ കറങ്ങി നിൽക്കും. നിർമ്മലേ, നീ ഇത് രാവിലെ എവിടെ പോവാ നിർമ്മലേ? അത് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം. അത്യാവശ്യമായി പോകുന്ന ഇടത്തിന് പേരില്ലേ? ആ ഇടം എവിടെയാണെന്നാ ഞാൻ ചോദിച്ചത്.